കോഴിക്കോട് എലത്തൂർ സ്വദേശി വിജിലിന്റെ മൃതദേഹം കണ്ടെത്താനായുള്ള തെരച്ചിൽ ഇന്നും തുടരും. വിജിലിന്റെ മൃതദേഹം കുഴിച്ചുമൂടിയെന്ന പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സരോവരം പാർക്കിനോട് ചേർന്നുള്ള സ്ഥലത്താണ് തെരച്ചിൽ തുടരുന്നത്. ദൃശ്യ പുതിയടത്ത് അതിന്റെ വിവരങ്ങൾ നൽകും. ദൃശ്യ, വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു ഈ വിജിന്റെ മൃതദേഹം കുഴിച്ചുമൂടിയെന്ന സുഹൃത്തുക്കളുടെ വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തൽ എത്ര പ്രാധാന്യത്തോടെ, എത്ര ഗൗരവത്തോടു കൂടി പോലീസ് എടുത്തിട്ടുണ്ട്? അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണമായ വിവരങ്ങൾ ഇവരിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അതിനുള്ള തെരച്ചിൽ ഏതൊക്കെ രീതിയിലാണ് ഇന്നും തുടരുന്നത്? സൈഫു, 6 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2019 മാർച്ച് 24-നാണ് ഇയാളെ കാണാതാവുന്നത്. ഇതിന് പിന്നാലെ തന്നെ പോലീസ് അന്വേഷിച്ചെങ്കിലും ഇതിനെപ്പറ്റി വലിയ വിവരങ്ങളൊന്നും വിജിലിനെ പറ്റി ലഭിച്ചിരുന്നില്ല. എന്നാൽ വീണ്ടും ഇത്തരത്തിൽ ഇതിലെ വിജിലിന്റെ സുഹൃത്തുക്കൾ തന്നെയായ നിഖിലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും ഇതിന് പിന്നാലെ ഇന്നലെ മുഴുവനായി ഇവർ നൽകിയത് പ്രകാരം സരോവരം കോഴിക്കോട് പാർക്കിന് സമീപത്തെ ചതുപ്പിൽ പോലീസിന്റെ കർശന കാരണം ഈ പോലീസിന് അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. ഈ ഫോറൻസിക് വിദഗ്ധരുടെയൊക്കെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത്. എന്നാൽ ഇന്നലെ ഈ മഴയൊക്കെ കാരണം പ്രതികൂല കാലാവസ്ഥയിൽ ഇത് സംബന്ധിച്ചൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതിന് പിന്നാലെ ഈ തിരച്ചിൽ നിർത്തിവെക്കുകയായിരുന്നു. ഇന്ന് വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ മഴയുടെയും കാലാവസ്ഥയൊക്കെ അനുസരിച്ച് തന്നെയായിരിക്കും തിരച്ചിലിന്റെ കാര്യവും തീരുമാനിക്കുക. ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിലായിരിക്കും ഇനിയും തിരച്ചിൽ തുടരുക. ഈ നിഖിലും ദീപേഷും മൊഴി നൽകിയത് പ്രകാരം കല്ലായി റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് വെച്ച് തെളിവെടുപ്പ് നടത്തുകയും അവിടെ നടത്തിയ പരിശോധനയിൽ വിജിലിന്റെ ഉപേക്ഷ ബൈക്ക് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇനി വിജിലിന്റെ മൊബൈൽ ഫോണുകൾ പ്രതികൾ ഉപേക്ഷിച്ചെന്ന് മൊഴി നൽകിയിട്ടുള്ള മൊബൈൽ ഫോണുകൾ കണ്ടെത്താനുണ്ട്. എന്തായാലും ഇന്നും സരോവരം പാർക്കിലെ ചതുപ്പിന് സമീപം ഈ ഒരു വിജിലിനായുള്ള വിജിലിന്റെ മൃതദേഹത്തിന്റെ എന്തായാലും വിജിലിന്റെ തിരോധാന കേസിൽ ഇന്ന് തന്നെയെങ്കിലും പ്രധാനപ്പെട്ട ചില തെളിവുകൾ കിട്ടുമെന്ന പ്രതീക്ഷയാണ് പോലീസ് ഉദ്യോഗസ്ഥരുള്ളത്. വിശദാംശങ്ങൾ നൽകിയത് ദൃശ്യ പുതിയടത്ത്.